ഹായ് ഹലോ ടെൻസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നെന്താണ്? ഇന്ന് നമ്മള് ചിക്കൻ കഴിച്ചിട്ടുണ്ട്. ഞാൻ തുറക്കട്ടെ എന്നാ. രണ്ട് രീതിയിലാണ് ഞാൻ സാധാരണ ചിക്കൻ കട്ടിയാണ്. ഒന്ന് ഇതേ ചിക്കൻ എടുക്കുക, കമത്തി വെക്കുക. കമത്തി വെച്ചിട്ട് ഇത് കണ്ടില്ലേ, ഇവിടെ ഇത് കട്ട് ചെയ്താണ്ടില്ലേ, ഇതേ ഇങ്ങനെ അങ്ങോട്ട് വലിച്ചാൽ മതി. കണ്ട രണ്ട് പീസായി. അപ്പൊ അതെ കുട്ടി ഹെൽപ്പേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് കണ്ട മിസ്കി എന്ന് പറയണ കളയണോട്ടാ, കളയ. അപ്പൊ നമ്മളിതേ ചിക്കൻ എല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി. ഇതും കൂടെ സാധിച്ചിട്ട് നോക്കി നല്ലാണെങ്കിൽ നമ്മുടെ മുദ്ര കാണിക്ക്. നല്ലാന്ന് പറ. അടിപൊളി. ഹായ് ഹലോ ടെൻസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ കഴിഞ്ഞ വീഡിയോ മാനർച്ചിയുടെ വീഡിയോ അത്യാവശ്യം കുറച്ച് ഓടി അല്ലേ? കുറെ പുതിയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കിട്ടി. കുറച്ച് ഹാപ്പിയിലാണ് ഇപ്പൊ. ഇനിയും കാണുക, ഇഷ്ടമുള്ളവര് കാണുക. അതെ, അല്ല എല്ലാവരും കാണുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ അതേപോലെ കുക്കിംഗ് വീഡിയോയിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും പൊടി സാധനങ്ങളൊക്കെ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കമന്റിലൂടെ അറിയിക്കണം. അത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. നമുക്കറിയാൻ പാടില്ലാത്തത് പറഞ്ഞു തരുന്നതേ. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മള് ഒരു ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മളൊരു ചില്ലി ചിക്കൻ 3 ചിക്കൻ കഴിച്ചിട്ടുണ്ട്. ഒരു വ്യത്യാസമുണ്ട് നമ്മുടെ ചില്ലി ചിക്കന്. സാധാരണ ചില്ലി ചിക്കൻ ബോൺലെസ് അല്ലേ? ബോണോട് കൂടി. എനിക്ക് ചെറിയ ബോണോട് കൂടി ഉള്ളതാണ് ഇഷ്ടം. നമ്മൾ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുമ്പോ ബോൺലെസ് ചിക്കൻ എടുക്കുകയായിരിക്കും നല്ലത്. എനിക്ക് ഇതോട് ചെറിയ ഇതുള്ളതാണ് ഇഷ്ടം. നമ്മൾ ഇതിന്റെ അകത്തുനിന്ന് ഇനി ആ ചിക്കന്റെ മോള് വശം മുതുകുവശം മാത്രം എടുക്കില്ല, ബാക്കി എല്ലാം എടുക്കും. കാലും ബാക്കി എല്ലാ ഭാഗവും എടുക്കും എല്ലോടും കൂടി. അപ്പൊ നമുക്ക് ഇനി ഇത് ചിക്കൻ അതിന്റെ സ്കിന്ന് പൊളിച്ച് കളയണം. പൊളിച്ച് കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് ചെറുതാക്കി ചില്ലി ചിക്കന്റെ പീസിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ആദ്യം തൊലി അങ്ങ് പൊളിച്ചെടുക്കാം. സൗണ്ടൊക്കെ പോയിരിക്കുകയാണ്, ചുമ പിടിച്ച്. ചിക്കൻ 2 രീതിയിൽ കട്ട് ചെയ്യാതെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാവർക്കും അറിയാം, എല്ലാത്തിനോട്. എന്നാലും നമ്മുടെ രീതിക്കും കൂടെ ഒന്ന് പറയാം അല്ലേ? നല്ല മാംസമുണ്ട് എന്തായാലും. ഇത് വീഡിയോ എടുക്കാൻ മാത്രമേ ഞാൻ കട്ട് ചെയ്യുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ ആൽവിൻ കട്ട് ചെയ്തെന്നോളൂ. പുള്ളിക്ക് കട്ട് ചെയ്യണത് വീഡിയോയിൽ വരാനായിട്ട് ഇച്ചിരി എന്തോ മടിയല്ലേ ഇത്. കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അല്ലെങ്കിൽ ഞാൻ തന്നെ കട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മള് തൊലിയൊക്കെ പൊളിച്ചാണ്. ഇനി ഇതിന്റെ ഈ കുറച്ച് സാധനങ്ങൾ നമ്മൾ കളയാനുണ്ട്. ഈ ചിറകിന്റെ ഈ തുമ്പുവശം നമ്മൾ കട്ട് ചെയ്ത് കളയണം. അത് ഇച്ചിരി അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് പിന്നെ എന്തെങ്കിലും ഇതേപോലെ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലേ അത് ഓവറായിട്ടുള്ള നെയ്യൊന്നും പാടില്ലല്ലോ ഇതിന്. നല്ല തീറ്റ തിന്ന സംഭവം തോന്നുന്നുണ്ട്. പിന്നെ ഈ 3 വശം മാറ്റാം അല്ലേ? മനസ്സിലായില്ലേ എന്താണെന്ന്? അത് അപ്പൊ അത്രയും സാധനം മാറ്റിയാൽ മതി. ഇനി സിമ്പിളായിട്ട് 2 രീതിയിലാണ് ഞാൻ സാധാരണ ചിക്കൻ കട്ട് ചെയ്യണം. ഒന്ന് ഇതേ ചിക്കൻ എടുക്കുക, കമത്തി വെക്കുക. കമത്തി വെച്ചിട്ട് ഇത് കണ്ടില്ലേ, ഇവിടെ ഇത് കട്ട് ചെയ്താണ്ടില്ലേ, ഇത് ഇങ്ങനെ അങ്ങോട്ട് വലിച്ചാൽ മതി. കേട്ടോ, 2 പീസായി. അതൊന്നും
ഇനി അടുത്ത ചിക്കൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത രീതിയിൽ കട്ട് ചെയ്യണത് കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ ഗ്രില്ല് മറ്റേ ഇതൊക്കെ ഇല്ലേ, എന്താണ് പറയണത്, ഗ്രില്ല് ചെയ്യാനൊക്കെ പറ്റിയ ഫുള്ളായിട്ട് ഇങ്ങനെ പൊളന്ന് കിട്ടത്തക്ക രീതിയിൽ അതും കൂടെ കാണിച്ചു തരാം. അപ്പൊ രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ മലത്തി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടില്ലേ, ഇത് ചിറകട്ട, ഇത് കണ്ട, ഇത് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്യുക. ഇങ്ങനെ ഇനി ഓരോന്നെ നമുക്ക് വിടർത്തി എടുക്കാമല്ല, ഇത് ഇങ്ങനെ ഓരോന്നെ വലിച്ചു നീട്ടി എടുക്കാം. ഇതിങ്ങനെ അങ്ങ് എടുത്തിട്ട് ഗ്രില്ല് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ തന്നെ അങ്ങ് മസാല പുരട്ടി ഗ്രില്ല് ചെയ്യാം. പക്ഷെ ഇതിപ്പോ നമ്മള് കട്ട് ചെയ്തെടുക്കും കേട്ടാ. ഇത് ഇതിലാക്കുമ്പോഴത്തേനും മൊത്തം അല്ലേ ഇങ്ങനെ മസാല തേച്ചങ്ങട് സെറ്റ് ആക്കിയിട്ട് നേരെ എടുത്താൽ ഇതിലോട്ട് വെച്ചാൽ മതി. സംഭവം ഇതായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ പരിപാടിക്ക് വേണ്ടിയിട്ട് നമുക്ക് പീസാക്കി എടുക്കാം. ഇത് മറ്റേ ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, അതും കൂടെ ക്ലീൻ ആക്കിയിട്ട് എടുക്കാം. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ ചില്ലി ചിക്കൻ്റെ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ഇന്ന് ചില്ലി ചിക്കൻ ഉണ്ടാക്കിയിട്ട് ചില്ലി ചിക്കൻ എന്തിന്റെ കൂടെ കഴിക്കണമെന്ന് അറിയാവോ? ഫ്രൈഡ് റൈസിന്റെ കൂടെയാണ്. അപ്പൊ ആ ഫ്രൈഡ് റൈസിന്റെ വീഡിയോ ഇന്ന് ഇടാനില്ല, അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോ ആക്കി ഇടാത്. അപ്പൊ അറിയാൻ പാടില്ലാത്തവർക്കും ആക്കാല, ഇഷ്ടംപോലെ വീഡിയോ ഉണ്ട്, എന്നാലും നമ്മുടെ ഒരു രീതിക്ക് മനസ്സിലായില്ലേ? അതെ. അപ്പൊ അത് ഇന്ന് ഫ്രൈഡ് റൈസിന്റെ വീഡിയോ കാണിക്കണില്ല കേട്ടോ, അത് ശരിയായി കഴിയുമ്പോഴേ കാണിക്കുള്ളൂ. ഓക്കെ. കിട്ടി. അപ്പൊ നമ്മുടെ ചിക്കൻ്റെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കഴുകിയെടുക്കാം. കഴുകി ക്ലീൻ ചെയ്യേണ്ടി വരാം. ഞങ്ങൾ കുറച്ച് എല്ലിൻ്റെ ഇതൊക്കെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം അല്ലെങ്കിൽ കൂടുതലായി പോകും. അത് നമ്മൾ വേറെ ഒരു കറി വെക്കാനായിട്ടുള്ള കാര്യത്തിന് വേണ്ടി വെച്ചപ്പോൾ. പിന്നെ വേറെ ഒരു വിശേഷമുണ്ട്. ഇങ്ങടാ, ഇത് കണ്ട, കുറെ നാള് കൂടി തപ്പി നടന്നിട്ട് കിട്ടിയതാണ് ഒരു മാർബിളിന്റെ പീസ്. ഇത്തിരി വില കൂടി. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ പൊറോട്ട ആയിരിക്കും മിക്കവാറും. പോയില്ലെങ്കിൽ പൊറോട്ടയുടെ വീഡിയോ ആയിരിക്കും കേട്ടോ ഇടുന്നത്. അപ്പൊ എന്തായാലും പീസ് കിട്ടി. അത് ഈ കാണിച്ചുവിടാം. ഈ മേശപ്പുറത്തോട്ട് ആ കറക്റ്റ് ചെറിയ വ്യത്യാസമുള്ളൂ, എന്നാലും വലിയ കുഴപ്പമില്ല. നമുക്ക് കുഴയ്ക്കാനും തിരുമ്മിയെടുക്കാനും ഒക്കെ ബെസ്റ്റ് ആയിരിക്കും. അത്രയും വലിയ പീസാണ് കിട്ടിയത്. അപ്പൊ നമുക്ക് ഇനി ചിക്കൻ്റെ പീസ് നമുക്ക് ഒരു 3-4 പ്രാവശ്യം കഴുകി എടുത്തേണ്ടി വരാം. ചിക്കൻ അല്ലേ, അധികം പ്രാവശ്യം ഒന്നും വേണ്ട ആവശ്യമില്ല. 4 തവണ അങ്ങോട്ട് കഴുകി നമുക്ക് അതിനാവശ്യമുള്ള പൊടികളൊക്കെ ഇട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ്റെ ഇവിടെ 2-3 പ്രാവശ്യം കഴുകി നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് എല്ലിൻ്റെ പീസും ഒക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്. അത് എനിക്കത് ഇഷ്ടമായത് കൊണ്ടാണ് അത് ചേർത്തേക്കണം. പിള്ളേർക്ക് ബോൺലെസ് മാത്രമായിട്ട് വെച്ച് കൊടുത്ത് അവരെ പഠിപ്പിക്കണം ശരിയല്ലല്ലോ. അവര് കഷ്ടപ്പാടൊക്കെ കുറച്ച് അറിഞ്ഞ് പറട്ടെ. അപ്പൊ അതാണ് എനിക്കിഷ്ടമാണ്. പിന്നെ ഇത് അപ്പൊ അതിന്റെ വെള്ളം പോകാനാണ് ഇങ്ങനെ ഈ കൂട്ടപാത്രത്തിനകത്ത് വെച്ചേക്കണത് കേട്ടോ. ഇനി അത് നമുക്ക് ഇതിലോട്ട് ഇട്ടിട്ട് അതിന്റെ കോട്ടിങ്ങിന് ആവശ്യമായ സാധനങ്ങളൊക്കെ ഇട്ട് നമുക്ക് മിക്സ് ചെയ്തെടുത്ത് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു അരമണിക്കൂർ നമുക്ക് വെക്കാം. അപ്പൊ ചിക്കൻ നമുക്ക് ആദ്യം ഉരുളിയിലോട്ട് മാറ്റാം, എന്നിട്ട് അതിന്റെ സാധനങ്ങളൊക്കെ ഇടാം.
അപ്പൊ ചിക്കൻ്റെ നമ്മൾ ഉരുളിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ടുള്ള സാധനങ്ങൾ ഓരോന്നേ ഇടണതും എല്ലാം കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഇതിലോട്ടുള്ള ഐറ്റംസ് ഓരോന്നേ ഇട്ട് തുടങ്ങാം. ഇതേ ഏകദേശം ഒരു 3 കിലോ ഇറച്ചി ഉണ്ടാകും കേട്ടോ. അപ്പൊ അതിലോട്ട് നമ്മളൊരു 9 മുട്ട അതൊന്ന് വെട്ടി അതിലോട്ട് ഇടാം. അപ്പൊ നമ്മൾ മുട്ട ഒഴിച്ചിട്ടുണ്ട് ഇതിലോട്ട്. ഇനി ഇതേ ഒരു 2 കപ്പ് മൈദയാണിത്. അപ്പൊ ഏകദേശം ഒരു 1/4 കിലോ 300 ഗ്രാം ഉണ്ടാകും കേട്ടോ. അത് മൈദ ഇട്ട് കൊടുക്കാം. അപ്പൊ ഒരു കപ്പ് കോൺഫ്ലവർ ഉണ്ടാ, ഒരു സ്വല്പം കൂടി ഇടാം. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ പൊടി ചിലപ്പം കട്ടയായി പോകും. അതെ, ഉപ്പും കൂടെ ഇടായിരുന്നല്ലേ. അപ്പൊ നമ്മള് ചിക്കനിലോട്ട് 3 കിലോ ചിക്കൻ ഉണ്ടെന്ന് പറഞ്ഞ് അതിലോട്ട് 9 മുട്ട ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2 കപ്പ് മൈദ, 1 കപ്പ് കോൺഫ്ലവർ. ഇനി അതിനാവശ്യത്തിനുള്ള ഉപ്പിടിയാണ്. ഉപ്പൊന്നും കൂടിപ്പോകരുത്, പിന്നെ വായി വെക്കാൻ പറ്റാണ്ടാവും. അടിപൊളി എന്നുള്ളത് തല്ലിപ്പൊളിയായി പോകും. നമ്മളിപ്പോ അടിപൊളിയാണ് ഉണ്ടാക്കാൻ പോണത്. ഇനി നമുക്കിത് അതിലോട്ടൊരു 2-3 സ്പൂൺ നല്ല കട്ട തൈര് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇവിടുത്തെ തൈര് ഉണ്ടോ? ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക്കിന്റെ പേസ്റ്റ്, നന്നായിട്ട് പേസ്റ്റ് അടിച്ചത് അത് ഇട്ട് കൊടുക്കാം. അയ്യോ, അതിന്റെ വാഷറി അടിപ്പോ. ഇനി നമുക്കൊരു ഇതേ കണ്ട, ഈ സ്പൂൺ കണ്ട ഇച്ചിരി വലുതാണ്. അതിലോട്ടൊരു 3 സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപ്പും എന്തെങ്കിലും സാധനം കുറവുണ്ടെങ്കിൽ ചിക്കൻ വറുത്ത് കഴിയുമ്പോഴേ ഫസ്റ്റ് ട്രിപ്പ് ഒന്ന് വറുത്ത് കഴിയുമ്പോ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചില്ലി സോസ് ഒരു 2 എണ്ണം ഒഴിക്കാം. 2 സ്പൂൺ ഒഴിക്കാം. നമ്മൾ ചില്ലി പൗഡർ ഇടും. അതെ, ഈ കളറ് ഉണ്ടെങ്കിൽ ഒരു നല്ല കാണാനൊരു നല്ല ഷോ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ശോകമായിട്ടിരിക്കും ചില്ലി ചിക്കൻ ഉണ്ടാക്കി കഴിയുമ്പോഴേ. അതാണ് ഇത്. നമുക്കൊരു 2 ഒരു 4 സ്പൂൺ. 3 കിലോ ഉണ്ട്. 4 ഇടാം. ഇത് ആക്ച്വലി മഹിമയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇത് എന്റെ അല്ല. ഫിഷ് മോളി, ചില്ലി ചിക്കൻ, ഫ്രൈഡ് റൈസ് ഒക്കെ നന്നായിട്ട് ഉണ്ടാക്കും. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ടൈമിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കക്ക ഇറച്ചി. നാട്ടിലെ കക്ക ഇറച്ചി നന്നായിട്ട് ഉണ്ടാക്കുമായിരുന്നു. പിന്നെ റെസിപ്പിയാണ് കക്ക ഇറച്ചി. എന്റെ അമ്മച്ചിയുടെ അമ്മയുടെ റെസിപ്പിയാണ്. ഏതായാലും സംഭവം കൊള്ളായിരുന്നു. പിന്നെ മീൻ പൊള്ളിക്കലി, അത് നല്ല ഇവിടുത്തെ മീനല്ല, നാട്ടിൽ കിട്ടുന്ന മീനുകളൊക്കെ, അത് എനിക്കിഷ്ടമായിരുന്നു. ഇത് കുറച്ച് മുളക് പൊടി ഇടണം. ഇതെന്താന്ന്, ഇത് കുറെ ഐറ്റംസ് ഉള്ള കാരണം എല്ലാം എടുത്ത് ആദ്യമേ മേശപ്പുറത്ത് നിരത്തി വെച്ച് ഞങ്ങൾ. അത് കഴിഞ്ഞാണ് ഇടണം, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്സായി പോയി. അപ്പൊ എത്ര ഇടണം മുളക് പൊടി? ഒരു 3 ടീസ്പൂൺ ഇട്ടാൽ മതി. ടീസ്പൂണല്ല, ചെറിയ സ്പൂണാണ്. അപ്പോൾ 3 മതി. മതിയാ? വേണോ? 3 ഇട്ടില്ലേ? മതി. എനിക്ക് ഒരെണ്ണം കൂടെ. കുരുമുളക് പൊടി ഇതിലൊരു സ്പൂൺ ഇടാനാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ഇതിലോട്ട് ഇടാനല്ല, ഇതിൽ പറ്റി പിടിക്കുമല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ അടപ്പിലോട്ട് ഇടാം. 3 കിലോ ഉണ്ടല്ലോ, അത്യാവശ്യം വേണം. ഓക്കെ, മതിയല്ല. ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു 2 സ്പൂൺ വിനെഗർ. അയ്യോ, കറന്നു പോകരുത്, കൈ സ്ലിപ്പാകണുണ്ട്. കറന്നു പോയാൽ രസമായിരിക്കും. അച്ചാറിട്ടാ മതി. പിന്നെ മതി 2 സ്പൂൺ. ഓക്കെ, ഇനി
ഒന്നും തോന്നിയിട്ട് കാര്യമില്ല, കൈ കൊണ്ട് മിക്സ് ചെയ്താലേ സംഭവം. കളർ കൊണ്ടുപോവാ. അപ്പൊ ഇത് കണ്ട, ഇതേ കുറച്ച് ബീട്രൂട്ടിന്റെ ഇത്, ബീട്രൂട്ട് അരച്ചെടുത്തേക്കണ മിക്സിയില്. അപ്പൊ അത് നമുക്ക് ഇതിലോട്ട് ഇടാം കേട്ടോ. അരിച്ചൊഴിക്കാം. പകുതി മതിയാകും കേട്ടോ ജോലെ. എന്തിന്റെ പകുതി എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. അത്രേ ഒഴിച്ചിട്ട് നമുക്ക് ഇനി മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒഴിക്കാം. ഓക്കെ. അപ്പൊ ഹോം മെയ്ഡ് കളറാണ് നമ്മൾ യൂസ് ചെയ്തേക്കണം. അവരോട് പറയണേ കിടക്കട്ടെ, നമ്മുടെ ആൾക്കാരല്ലേ. ഇനി അങ്ങ് മിക്സ് ചെയ്തോളാം. മിക്സ് ചെയ്തോളാം. കണ്ട, ആ പൊടി നേരത്തെ ഇതായില്ലെങ്കിൽ ഇവിടെ കട്ട ആയി തുടങ്ങി. രണ്ട് കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് ആക്കിയാൽ മതി. ആഹാ, നല്ല സ്മെല്ല്. നല്ല കളറായല്ലേ. ഇത് മതി. കളർ വേണേ അതും കൂടെ ഇട്ടോ ജോലെ. ഒരു ഇച്ചിരി കൂടെ ഇട്ടോ. അത് മുഴുവൻ ഇട്ടോ. അടിച്ചു വെച്ചിങ്ങോട്ട് ഒഴിച്ചോ. കൊള്ളാം, മതി മതി. അതിലോട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചെന്നാൽ ഞാൻ കുടിച്ചോളാം. വെറുതെ കളയാൻ പാടില്ല, നല്ല ഇതല്ലേ. നമുക്ക് ഇനി ഇതൊരു അരമണിക്കൂർ 1 മണിക്കൂർ വെക്കണം. അത് അരമണിക്കൂർ വെച്ചാൽ മതി. പിന്നെ മണിക്കൂർ ഇരുന്നാൽ ഇച്ചിരി കൂടെ ചിക്കൻ ഒന്ന് സെറ്റ് ആവും. അപ്പൊ 1 മണിക്കൂർ നമുക്ക് വെക്കാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ. അപ്പൊ അതെ, കുട്ടി ഹെൽപ്പേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. മൂത്താള് ഒരു പരിപാടിക്ക് പോയിക്കാണ്. കുറച്ച് കഴിയും വരെ അടുത്ത അയാൾക്ക് പണിയെടുക്കാൻ പറ്റിയില്ല. അപ്പൊ അതൊക്കെ അരിഞ്ഞോട്ടെ. എന്തേലും പറയണ്ട, ആരുടെ പോലെ പറയണ്ട. അപ്പൊ നമ്മള് അതിന് വേണ്ടിയിട്ട് 2 റെഡ് ക്യാപ്സിക്കം, 1 യെല്ലോ, പിന്നെ 3-4 ഗ്രീൻ ക്യാപ്സിക്കം, ഇതെല്ലാം അരിഞ്ഞെടുക്കണം. ഇതേപോലെ ഇതേ ഈ ഷേപ്പിലട്ടാ. പിന്നെ സവാള നമ്മൾ ഇതേ ഷേപ്പിലാണ് കട്ട് ചെയ്യേണ്ടത്. സ്ക്വയർ ആയിട്ട്, ക്യൂബ് പോലെ അല്ലേ? അത് എത്ര കട്ട് ചെയ്യണം? സവാള ഒരു 3 എടുത്തോ. 3-4 മതിയാ? 4 എടുത്തോ. പിന്നെ സ്പ്രിംഗ് ഒനിയൻ. അപ്പൊ നമ്മളിത് ഉരുളി വെച്ച് അതിലോട്ട് നമുക്ക് ചിക്കൻ വറുക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. മതിയാവും അല്ലേ? അപ്പൊ നമ്മളെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒന്ന് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് വിരിയിക്കാം. കുറച്ചും കൂടെ മതിയല്ലോ. രണ്ടാമത് നമുക്ക് ഇത്തിരി ക്വാണ്ടിറ്റി കുറച്ചിടാം. ഇച്ചിരി എപ്പോഴും കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചിടണമായിരിക്കും നല്ലത്. അപ്പൊ പെട്ടെന്ന് ചൂട് കൂടിയിട്ട് നന്നായിട്ട് പൊരിഞ്ഞ് കിട്ടും. ഇതേപോലത്തെ സ്റ്റൗവിൽ വെക്കുമ്പോ. ബർണറിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഇതേപോലത്തെ ഇതിൽ വെക്കുമ്പോഴേ അല്ലെങ്കിൽ ചൂട് കിട്ടിയാണ്. ഏറ്റവും നല്ലത് നമ്മളിത് കൈക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നല്ലത്. അപ്പൊ ആ കോട്ടിങ് പോകാതെ അല്ലേ നമുക്ക് കിട്ടും. പിന്നെ സമയം എടുക്കും അങ്ങനെയാണെങ്കിൽ. ഇവിടെ ഇപ്പൊ നമുക്ക് നമ്മുടെ ഇതിന് ചൂട് അത്രയും പെട്ടെന്ന് നമ്മുടെ ബർണറിൽ വെക്കുന്ന അത്രയും വരില്ലല്ലോ, അതുകൊണ്ടാണ് ഒരു പ്രശ്നം. അപ്പൊ നമ്മൾ ഈ കയ്യില് കോരി ഇടണയിൽ നല്ലതാണ് നമ്മൾ കൈക്ക് എടുത്തിട്ടേ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഇടണം. അപ്പൊ നമുക്ക് കോട്ടിങ് പോകാതെ ഇങ്ങനെ കിട്ടും. കണ്ടോ?
ആദ്യത്തെ അതൊരു ഫ്ലോപ്പായി പോയതാണ്. ആദ്യത്തെ ഫ്ലോപ്പ് എന്ന് അത് കുഴപ്പമൊന്നുമില്ല. കുറച്ച് കോട്ടിങ് പോയി നമ്മള് കയ്യിൽ അങ്ങോട്ട് കോരി ഇട്ടപ്പോഴത്തേന്. അതിപ്പോ ആദ്യം അങ്ങ് ശ്രദ്ധിച്ചില്ല. പിന്നെ എണ്ണ ചൂടാകാതെ കൂടുതൽ തിങ്ങിപ്പോയില്ല, അതാണ് പ്രശ്നം. ഇതിപ്പോ വലിയ തെറ്റില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഓൾറൈറ്റ്. പിള്ളേർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ചില്ലി ചിക്കൻ. അധികം എരിവില്ലല്ലോ. നമ്മുടെ ഒരു ചെറിയ എരിവുണ്ടാവും, പൊടിക്ക് വെച്ച്. നമ്മുടെ കേരള സ്റ്റൈലാണ് പപ്പ, എഴുപുന്ന സ്റ്റൈൽ ചില്ലി ചിക്കൻ. നമുക്ക് പേരെന്ത് പേര് വേണമെങ്കിലും ഇടാല്ല, കാശ് മുടക്കൊന്നും ഇല്ലല്ലോ. അത് തീരുമാനിക്കേണ്ടത് ചില ആൾക്കാരല്ലേ. കഴിച്ചു നോക്കണതാ. അല്ല, ചില്ലി ചിക്കൻ ഇവിടെ നന്നായിട്ട് ശരിയാക്കുന്നതാണ്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് എപ്പോഴും ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് പിന്നെ ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കി കൊണ്ടുവരുമ്പോ വായി വെക്കാൻ കൊള്ളൂല. അങ്ങനെ പറയല്ലേ. സത്യമായിട്ട് പറയണം. അപ്പൊ ഇങ്ങനെ കണ്ടോ. അപ്പൊ നമുക്ക് ഈ ചിക്കനൊക്കെ വറുത്ത് കഴിയുമ്പോ എല്ലാം സെറ്റാക്കി എടുക്കാം. ഓക്കെ. അപ്പൊ നമ്മളിതേ ചിക്കൻ എല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനുള്ള റൈസ് ഇതേ അടുപ്പത്തിരിക്കണം. റൈസിൻ്റെ കാര്യം ഒന്നും പറയണില്ല, അത് വേറെ. പിന്നെ ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ള ബാക്കി സാധനങ്ങളെല്ലാം കൂടെ സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മളിത് ചെമ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് നമ്മൾ ഈ ചിക്കൻ വറുത്ത അതിൻ്റെ എണ്ണ കുറച്ചങ്ങോട്ട് ഒഴിക്കുകയാണ്. അത് എളിഞ്ഞ എണ്ണ. അപ്പോൾ നമ്മുടെ എണ്ണ ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. പേസ്റ്റ് അല്ലാതെ ക്രഷ്ഡ്. മതി. ഇനി അതിലോട്ട് ഇത് സ്പ്രിംഗ് ഓണിയന്റെ ആ അടിവശം ഇല്ലേ, അതരിഞ്ഞത് കുറച്ചത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് പച്ചമണം പോയിട്ട്. ഈ പാട് കാണുന്നത് ഇതിന്റെ അഴുക്കാണെന്നാലും വിചാരിക്കരുത് കേട്ടോ. ഇതിന്റെ എന്തോ ഒരു പാടാണല്ലേ, അഴുക്കല്ല. അത് അഴുക്കല്ല, അത് ഇത് ഇന്റാലിയത്തിന്റെ അതറിയാം, കാണുന്നവർക്ക് അറിയാൻ പറ്റില്ല. പിന്നെ കാണാത്തവർക്ക് അറിയേണ്ട ആവശ്യമില്ല. ഓ പപ്പ, കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. നീ ഇതാണ് ഇടേണ്ടത്. അപ്പൊ ഇത് എത്ര സവാള ഉണ്ട്? ഇത് അത് 4 വലിയ സവാള. ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണ് അരിഞ്ഞേക്കണത്. എന്നിട്ട് ഇതേപോലെ 4 വലിയ സവാള, 6 ക്യാപ്സിക്കം ഉണ്ട്. ഇത് ഒരു 3/4 ഭാഗം പാടണം അല്ലേ? രണ്ടും കൂടെ. ഇതൊരു സവാള ഒന്ന് ജസ്റ്റ് വാടിക്കഴിയുമ്പോ നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്തെടുത്താ പിന്നെ സിമ്പിൾ കേസല്ലേ. ഇത് സവാള മുഴുവൻ വാടാൻ പാടില്ല. നമ്മള് ചെറിയൊരു ഒരു 10% ബാക്കി വെക്കണം തോന്നുന്നു. ഇതെല്ലാം ഇങ്ങനെ വിട്ടു പോകും. ചൂടാകട്ടെ. അപ്പൊ സവാള ഒന്ന് ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. സവാള 4 എണ്ണമാണ് ഇട്ടത്. ക്യാപ്സിക്കം എത്ര ഇട്ട്? ഒരു യെല്ലോ അല്ലല്ല, 2 റെഡ്, 1 യെല്ലോ, 4 ഗ്രീൻ. ഓക്കെ, അത്രയും കണ്ടിട്ട് കൊടുക്കാം. എന്നാലും ഇതിന് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ അല്ലേ? പിന്നെ നമുക്ക് ചിക്കൻ ഉണ്ടല്ലോ, അത്രയും ചിക്കൻ ഉണ്ടല്ലോ. 3 കിലോത്തിന്റെ അടുത്തുണ്ടാവും. പിന്നെ ക്യാപ്സിക്കം എല്ലാ കളറും ഇടണമെന്നൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇടാം. ഞാൻ പിന്നെ ഒരു അല്ല, ക്യാപ്സിക്കം ആക്ച്വലി എത്ര കളറുണ്ട്? ക്യാപ്സിക്കം എന്റെ അറിവില് പച്ചയുണ്ട്, പച്ച, റെഡ്, യെല്ലോ, ഓറഞ്ച് ഉണ്ട്.
അയ്യോ ഓറഞ്ച് ഇന്ന് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇല്ല, നമ്മള് യോഗിജില് ഓറഞ്ചും കൂടെ ഉണ്ടായിരുന്നു. നമ്മള് പക്ഷെ അവിടെ നിന്ന് എടുത്തില്ല അത്. എപ്പോഴും ഇതിനൊക്കെ ഇത്തിരി വില നല്ലതും ഇത് എപ്പോഴും ചെലവുള്ളത് വേക്കാൻസിലല്ലേ നമ്മുടെ സാധാരണക്കാരുടെ ഇതില് ന്യൂവേൾഡിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്തിരി കാശുള്ളവർ പോണതാണ് ന്യൂവേൾഡ് അല്ലേ. അതപ്പോ ഇനിയിപ്പോ ഇതൊന്നും വാടട്ടല്ലേ, ജസ്റ്റ് ഒരു മുക്കാല് വരെ വാടിയാൽ മതിയാവും. അപ്പൊ നമ്മള് ചിക്കന്റെ ഉപ്പൊക്കെ കറക്റ്റ് ആണ്. ഇനി ഇതിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ലാസ്റ്റ് നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഉപ്പ് നോക്കാനുണ്ട്. അത് കഴിയുമ്പോ ഫൈനൽ ടച്ച്. അപ്പൊ നമ്മുടെ ക്യാപ്സിക്കവും സവാളയൊക്കെ അതെ എന്തോരം വാടിയിട്ടുണ്ട്. ഇപ്പൊ പകുതി കഴിഞ്ഞില്ലേ, നല്ല ഒരു മുക്കാൽ ഭാഗം വാടിയിട്ടുണ്ടല്ലേ. ഇനി അതിലോട്ട് ഇതേ ഫസ്റ്റ് ടൊമാറ്റോ സോസ് ഒഴിക്കാൻ പോയത് മതിയാകുമ്പോ പറയണം കേട്ടോ. മതി മതി, ഒത്തിരി യൂസ് ചെയ്യണില്ല. ഇനി ചില്ലി സോസ് അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചാണ് ഇടണം. നമുക്ക് കുറച്ചിടാം, കുറേശ്ശെ ഒഴിച്ച് നോക്കാം, എന്നിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ഇടാം. അത് പകുതി ഒഴിച്ചോ. ഓക്കെ 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 മതി. മതി മതി. അതായി തന്നെ സ്മെല്ല് മാറി. ഇതാണ് ഇതിന്റെ ഒരു നമുക്കൊരു ആക്രാന്തം ഉണ്ടാക്കണ ഒരു മണം വന്നതല്ലേ ഇതിന്. മറ്റേ ഇതും കൂടെ വേണം, സോയാ സോസും കൂടെ വേണം. സോയാ സോസ് ഒഴിക്കണം, കൂടിപ്പോകരുത് അല്ലേ. മതിയാവും. കൈ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നിർത്തിക്കോളൂ. കൈ ഓട്ടോമാറ്റിക്കായിട്ട് നിർത്തുന്നുണ്ടേ നമുക്കൊരു മനസ്സിനൊരു തൃപ്തി വരുമല്ലേ ഇപ്പൊ ഒഴിച്ചത്. അങ്ങനെയാണല്ലേ ഉപ്പിന്റെയും ഇത് വന്നത്. ഇത് മതിയല്ല, ഇനി ഒന്നുമില്ലല്ലോ സോസ് ഒഴിക്കാനൊന്നും. പിന്നെ നമ്മളിത് ഒരു 3-4 ഗ്ലാസ് വെള്ളത്തില് കുറച്ച് കോൺഫ്ലവർ എടുത്ത് കലക്കി വെച്ചിട്ടുണ്ട്. അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ആ ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് ചിക്കനായിട്ടൊന്നും ഇങ്ങനെ ഒന്ന് മൊത്തത്തിലേ ഒന്ന് അതൊരു പകുതി ഒഴിച്ചിട്ട് നോക്കാം. മതിയല്ലേ, നോക്കട്ടെ. മതിയെന്നല്ലേ, ഇനി ഒഴിച്ചിട്ട് ആവശ്യത്തിന്. അല്ലെങ്കിൽ പിന്നെ വെള്ളം ഭയങ്കരമായിട്ട് കൂടിപ്പോയി അല്ലേ. സാമ്പാർ രസത്തിന്റെ പുഴുപ്പാണ്. ഒരു തിളവന്ന ഇങ്ങനെ വരുമ്പോ നമുക്ക് ചിക്കൻ ഇടാം അല്ലേ. അല്ല അപ്പൊ കുരുമുളക് പൊടി കുറച്ചിടണം. എന്താ പറയണോ, കുറച്ചും കേട്ടോ. അപ്പോഴേക്ക് ചിക്കൻ എന്തോരം ഉണ്ടെന്ന് അറിയാലോ, അതനുസരിച്ച് മതി മതി. ലാസ്റ്റ് ഇടാല്ല, മിക്സിങ് ഇനി ലാസ്റ്റ് ആണ് പറഞ്ഞത്. ഇപ്പൊ എല്ലാം ആഡ് ചെയ്യണമെന്നേ ഉള്ളു. എല്ലാ ടേസ്റ്റ് നോക്കി നമ്മൾ ലാസ്റ്റ് ആണ് എല്ലാം സെറ്റ് ചെയ്യണം. നമ്മള് ഇതിന്റെ കളറ് കാണിച്ചു കൊടുത്തേ. നമ്മൾ ഇതിൽ വേറെ കളർ ഇടണില്ല കേട്ടാ. ആർക്കെങ്കിലും കളർ വേണമെങ്കിൽ ഇപ്പൊ ചിക്കന് കളർ ഇതിന്റെ ഇത് ചെറിയ ഇത് കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ ബീട്രൂട്ടിന്റെ ഇതിട്ട്, ഇനി അത് തന്നെ ഇതിൽ മതിയെങ്കിൽ കുറച്ചിടാൻ. നമ്മൾ ഇടണില്ല, നമ്മള് ഈ പരുവത്തിൽ അടിക്കുകയാണ്. ഇനി അഥവാ വേറെ കളർ വേണമെങ്കിൽ അത് ഇടാം. അല്ലെങ്കിൽ ഈ കളറ് മേടിച്ച് ഉപയോഗിക്കേണ്ടവർക്ക് മേടിച്ച് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ബീട്രൂട്ട് തന്നെ ഇട്ടാലും ആ ചുവപ്പ് നിറം കിട്ടും, വേറെ കേടില്ല. അതിന്റെ ഒരു ചെറിയൊരു റെഡ് കളറിഷ് ആയിട്ട് വരും. അപ്പം ഇതായിട്ടുണ്ട്. ഓക്കെ, ചിക്കൻ ഇട്ടോ. ഇതെല്ലാം കൂടെ ഇങ്ങനെ എടുത്താൽ ഇട്ടാ അതിന്റെ വെള്ളം തെറിച്ച് പുറത്ത് വീഴും. മറ്റേതും കൂടെ ചിലപ്പോ നമ്മൾ വെള്ളം ഒഴിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നണം. മിക്സ് ചെയ്തിട്ട് ഒഴിക്കാം, അല്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സാമ്പാറായി പോകും. ഇതിങ്ങനെ
ചാറൊന്നുമായിട്ട് കിടക്കാൻ പാടില്ലല്ലോ. ഒത്തിരി നമ്മൾ ഇച്ചിരി എന്താ പറയാ ചാറ് കുറച്ചിട്ടുള്ള ചില്ലി ചിക്കൻ മോഡലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അയ്യോ, ചാറാകണമെന്ന് എനിക്കിഷ്ടമല്ല. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഇടേണ്ട ചിക്കൻ എന്ന് പറഞ്ഞാൽ നാട്ടിലെ നമ്മളെ കോഴിയില്ലേ, അതായത് പൂവൻ കോഴിയൊക്കെ ഈ അധികം മൂപ്പാകാത്തതില്ലേ, ഒരു 4-5 മാസമൊക്കെ പ്രായമായ അതൊക്കെ എടുത്ത് ചെയ്യണം. അല്ല അടിപൊളിയായിരിക്കും. നമുക്കത് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം പപ്പ. അപ്പൊ അത് ആ ഇതിലാണ്. അതേപോലെ ഇവളെപ്പോഴും പപ്പ പപ്പാന്ന് വിളിക്കാനായിട്ട് സൂപ്പർ പപ്പ എന്ന് പറയുന്നത്. അത് പിള്ളേരെ പറ്റിക്കാനായിട്ട് വിളിച്ച് ഇപ്പൊ എനിക്ക് ഇടയ്ക്ക് വരും. എന്താന്ന് പറഞ്ഞാ ഇവള് പപ്പാന്നാ വിളിക്കണത്. ചെറുപ്പത്തിലെ പിള്ളേര് ഇവള് എന്നെ ജോയിലെന്നാ വിളിച്ചിട്ടുണ്ട്. അപ്പൊ പിള്ളേര് ചെറുതൊക്കെ വന്നേച്ച് ജോയിലെന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പൊ ഇവള് പപ്പാന്ന് വിളിക്കാൻ തുടങ്ങിയപ്പോ അവരും പപ്പാന്ന് വിളിക്കും. അതെല്ലാ വീട്ടിലും അങ്ങനെയാണ് ഒരു പപ്പ വിളി വരുന്നത്. അപ്പൊ നമ്മളിതേ ബാക്കിയുള്ള ഇതും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുവാണ്, അല്ലെങ്കിൽ തീരെ ഒരു ഭയങ്കര ഡ്രൈ ആയി പോവും. എന്തോരം ഒഴിച്ചു പപ്പ? ഓക്കെ ഓക്കെ. ഇത് മതിയാകുമോ? കുറച്ചും കൂടെ വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഡ്രൈ ആകും. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ അതും കൂടെ ഒഴിച്ചോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഇപ്പൊ അതാ കുറെ അങ്ങ് അബ്സോർബ് ചെയ്യും. ഈ ഇപ്പൊ നമ്മള് പിന്നെ എന്താ പറയാ പൊടിയൊക്കെ ഇട്ട് വറുത്തെടുത്തിരിക്കണോണ്ട്, കോട്ടിങ് ആയിട്ട് വറുത്തേക്കണോണ്ട്, മൈദയൊക്കെ ഉള്ളതുകൊണ്ട് ഒഴിച്ചു. ധൈര്യമായിട്ട് ഒഴിച്ചോ, ധൈര്യമായിട്ട് ഒഴിച്ചോ. പോരട്ടെ. ഞാൻ ഉപ്പും കൂടെ ഒന്ന് സെറ്റ് ചെയ്യണേ. അതിപ്പോ കുറുകും. അത് 3 കിലോ ചിക്കനും 4 2 6 7 ക്യാപ്സിക്കോ 4 സവാള, വലിയ സവാള എല്ലാം എടുത്തിട്ടാണ് ഇത്രയും ക്വാണ്ടിറ്റി. ഇപ്പൊ നമുക്ക് എന്തോരം ഉണ്ടാവും? ഒരു 5 കിലോ വരുമായിരിക്കും അല്ലേ? 5 കിലോ ഉണ്ടോ എനിക്കറിയത്തില്ല. 5 കിലോ വരിക. 5 കിലോ ഉണ്ടാവും ഉണ്ടല്ലേ. ഇനി നമുക്ക് ഇതിന്റെ ഉപ്പൊന്ന് നോക്കിയാൽ മതി. ഉപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്പ്രിംഗ് ഓനിയന്റെ ഈ സാധനവും കൂടെ ഇട്ട് നമുക്ക് നിർത്താം. ഉപ്പ് നോക്കട്ടെ കേട്ടാ. കറക്റ്റ് ആണോ? ഉപ്പ് പാകമാണോ? ഓക്കെ. അവിടെ ഇല്ലേ? ഒന്നും കൂടെ നോക്കാം. അതെന്താ? അല്ല, ഒരു കഷ്ണം കൂടെ ഒന്നും നോക്കിയാൽ പോലെ. ഉപ്പുണ്ട് ഏകദേശം. ഇപ്പൊ നമ്മൾ ആയിട്ടുണ്ട്. ഇനിയിപ്പോ അതിന്റെ അകത്തുനിന്നേ ഇനി ആ ബാക്കി മൊത്തമല്ല പകുതി. ഓക്കെ. സ്പ്രിംഗ് ഓണിയൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ആ ചൂടിൽ അതിങ്ങനെ ആയാൽ മതി. സ്പ്രിംഗ് ഓണിയൻ ബാക്കി റൈസിനാ. മൂടി വെക്കണോ? മൂടി വെക്കാം. ആവി ഒന്ന് ജസ്റ്റ് ഒന്ന് കേറുമ്പോ അതൊന്ന് ജസ്റ്റ് വാടും. അപ്പം ഞാൻ അതിന്റെ ഒരു കറി എന്ന് പറയില്ല, ചൈനീസ് സ്റ്റൈലല്ലേ ഇത്, ചില്ലി ചിക്കൻ. ഇത് പക്ഷെ നമ്മുടെ സ്റ്റൈലിലുള്ള ചില്ലി ചിക്കൻ ആണെന്നേ ഉള്ളൂ. അവരുടെ സ്റ്റൈലിൽ കുറച്ചും കൂടെ ഒക്കെ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നല്ലതായിരിക്കും അല്ലേ? അപ്പൊ നമ്മുടെ ചില്ലി ചിക്കന്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചു നേരം മൂടി വെക്കാം. എന്നാലേ ഇപ്പൊ ഇട്ട ആ സ്പ്രിംഗ് ഒനിയനൊക്കെ ഒന്ന് അതിനകത്ത് കിടന്നൊന്ന് വാടി കിട്ടുള്ളൂ. ഓക്കെ, ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരും സ്റ്റേജ്. ഓക്കെ, നമ്മളെ ഇതൊക്കെ ദാരിദ്ര്യം ഉണ്ടോ? ഇതിലോട്ടൊന്നും നോക്കരുത്. ഊരിക്കൊണ്ട് പോകാവുന്ന ഇത് ഏതില് വേണേലും മാറ്റിയിടാം. ചൈനീസ് ടെക്നോളജിയാണ്. ഇത് നമ്മൾ ഊരിക്കൊണ്ട് പോയാൽ പിന്നെ പ്ലെയറൊക്കെ ഇട്ട് പിടിക്കേണ്ടി വരും വേറെ ആർക്കെങ്കിലും ചെയ്യണമെങ്കിൽ. ഇത് മാറ്റി വെക്കുകയാണ്. ഇനി റൈസ് ആക്കിയാണ്. അപ്പൊ റൈസിന്റെ നമ്മൾ വീഡിയോ ഇല്ല. റൈസ് ആയി കഴിയുമ്പോ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ. നല്ല കിടിലൻ ഫ്രൈഡ് റൈസ് ആണ്. ഇതിന്റെ വീഡിയോ നമുക്ക് പുറകെ ഒരെണ്ണമായിട്ട് ഇടാം.
ജസ്റ്റ് ഒന്ന് കാണിച്ചു. ഓക്കെ, അപ്പൊ നമ്മള് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോയി. ഓക്കെ, കുറച്ച് ഫ്രൈഡ് റൈസ് അങ്ങോട്ട് എടുത്തിടാം. കുറച്ച് എടുക്കണുള്ളു, ഇത് മതി. ഇനി കുറച്ച് ചില്ലി ചിക്കൻ എടുക്കണം. വേണ്ട, ചില്ലി ചിക്കൻ്റെ എല്ലാ വെള്ളവും പറ്റി സാധനം ഇതായിട്ടാ ഡ്രൈ ആയേ. വേണ്ട, അതും കുറച്ചെടുത്ത് ഇതിൻ്റെ സൈഡിലോട്ടൊക്കെ എടുത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കൊരു കുട്ടി ടേസ്റ്റർ കൂടെ ഉണ്ട്. എവിടെയാ? ഓക്കെ, നോക്കാം. ചിരിക്കുക. ആദ്യം ഇച്ചിരി റൈസ് കഴിച്ചോട്ടെ. ആദ്യം റൈസ് കഴിച്ചോളൂ. ഇനി ചിക്കൻ. നല്ല അടിപൊളി. ഇതും കൂടെ കാണിച്ചിട്ട് നോക്കി. നല്ലതാണെങ്കിൽ നമ്മുടെ മുദ്ര കാണിക്കും. നല്ലാന്ന് പറ. അടിപൊളി. ആ, അപ്പോൾ ഓക്കെ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും സൂപ്പറാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.